പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ദൈവവിളിയെ കുറിച്ച് ഞങ്ങളോട് പങ്കുവെക്കണം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരിയിൽ ചേർന്നത്. അപ്പോൾ സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് ഒരു 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും എനിക്കൊരു അച്ഛനാകണം എന്നൊരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് കാലക്രമേണ താല്പര്യം പോയി. പിന്നെ ഒരു പോലീസ് ആകണം എന്നായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ 10ാം ക്ലാസ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു വൈദികനാകണം എന്നുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിലെടുത്തു. അപ്പം ഇതിൻ്റെ എന്നെ പ്രചോദിപ്പിച്ച വ്യക്തികൾ എന്ന് പറയാൻ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. എൻ്റെ പപ്പ ഒരു കാറ്റഗിസം ടീച്ചറാണ്. പപ്പ 35 വർഷമായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുകയാണ്. അപ്പം എൻ്റെ ചെറുപ്പം മുതലേ പപ്പയ്ക്ക് പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു അഗാധമായൊരു ബന്ധമുണ്ട്. അച്ഛന്മാര് ആയിട്ടും പള്ളിയായിട്ടും സിസ്റ്റേഴ്സായിട്ടും പപ്പയ്ക്കൊരു വലിയ ആത്മബന്ധമുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ പുൽക്കൂടുണ്ടാക്കാനും കല്ലറ ഉണ്ടാക്കാനും ഒക്കെ പപ്പ അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ പപ്പയുടെ ഈ പള്ളിയുമായിട്ട് അടുത്തുള്ള ജീവിതം തന്നെയാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിലേക്ക് പോയി. 2 വൈദികർ വീട്ടിലേക്ക് വന്നപ്പോഴാണ് പപ്പയും അമ്മയും അറിയുന്നത് ഞാൻ സെമിനാരിയിൽ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെന്ന്. അപ്പോഴെൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിന് പുറത്താണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് പോയാൽ പോരെയെന്ന്. പക്ഷെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകും എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ തീരുമാനങ്ങൾക്ക് അവർ എതിര് നിന്നില്ല. പപ്പയും അമ്മയും ചേട്ടായും ഉണ്ട് എനിക്ക്. അപ്പം അവർ തീരുമാനത്തിന് പ്രോത്സാഹനമായിട്ട് നിന്നു. അച്ഛന്റെ സന്യാസ സമൂഹത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് ഞങ്ങളോട് പറയാമോ? ഞാനായിരിക്കുന്ന സന്യാസ സമൂഹം അറിയപ്പെടുന്നത് കമിലിയൻസ് എന്നാണ്. വിശുദ്ധ കമിലസ് എന്ന പുണ്യവാളൻ സ്ഥാപിച്ച ഒരു സമൂഹമാണ്. ഇറ്റാലിയൻ സന്യാസ സമൂഹമാണിത്. വിശുദ്ധ കമിലസ് ഇറ്റലിയിൽ ആണ് ജനിച്ചത്. കമിലസിന്റെ ജനനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കമിലസിന്റെ അമ്മയ്ക്ക് 64 വയസ്സുള്ളപ്പോഴാണ് കമിലസ് ജനിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കമിലസിന്റെ ജനനം കഴിഞ്ഞ് 13ാമത്തെ വയസ്സിൽ കമിലസിന് 13 വയസ്സുള്ളപ്പോൾ കമിലസിന്റെ അമ്മ മരിക്കും. 19 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിക്കും. അപ്പം കമിലസിന്റെ അപ്പനൊരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ കമിലസ് ഒരു പട്ടാളക്കാരനായി. അപ്പം 25 വയസ്സ് വരെ കമിലസ് ഒരു വഴിവിട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. 25ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാലിന് ഒരു മുറിവ് പറ്റി. ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് പാടുപെട്ടു. അപ്പം അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിലേക്ക് കമിലസ് വരികയാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ കമിലസ് കാണുന്നത് ആ ആശുപത്രിയിൽ ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ ഈ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അന്ന് തടവുകാരായിരുന്നു. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്ത് ജയിലിലായവരെ കൊണ്ടാണ് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തടവുകാരെ ശുശ്രൂഷിക്കുന്ന വിധം എന്ന് പറയുന്നത് ഒട്ടും കരുണയില്ലാത്ത ഒരു വിധമാണ്. അപ്പം ഇതെല്ലാം കണ്ട് കമിലസ് ഒരു തീരുമാനം എടുക്കുകയാണ്, രോഗികളെ ശുശ്രൂഷിക്കണം. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരികയാണ്. കമിലസിന്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാർ കൂടി. അങ്ങനെയാണ് കമിലിയൻ സന്യാസ സഭ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞ സന്യാസ സഭയാണ്. സന്യാസ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സന്യാസ സഭകൾ വ്രതം എടുക്കുന്ന സഭകളാണ്, വ്രതം എടുക്കുന്ന വ്യക്തികളാണ്. മറ്റ് സന്യാസ സമൂഹങ്ങളെ പോലെ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾക്ക് പുറമെ 4ാമതൊരു വ്രതം കൂടെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ടു സെർവ് ദ സിക്ക് അറ്റ് ദ റിസ്ക് ഓഫ് വൺസ് ഓൺ ലൈഫ്. രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ തൃണവൽക്കരിക്കാനും തയ്യാറാകുന്ന ഒരു വ്രതം. അപ്പോൾ ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് തന്നെ രോഗി ശുശ്രൂഷ ഒരു സിദ്ധിയായി സ്വീകരിച്ചിരിക്കുന്ന സമൂഹമാണ് കമിലിയൻ സന്യാസ സമൂഹം. അച്ഛാ, എന്തുകൊണ്ടാണ് കമിലസ് സന്യാസ സമൂഹം തിരഞ്ഞെടുത്തത്? കമിലസ് സന്യാസ സഭ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായ
എന്നെ ഈ കമില സന്യാസ സഭയിലേക്ക് നയിച്ച ടിൻഡോ അച്ഛൻ്റെ ഒരു ഇടപെടലാണ്. ടിൻഡോ അച്ഛൻ എനിക്ക് മുൻപേ, ഒരു വർഷം മുൻപേ സെമിനാരിയിൽ പോയ വ്യക്തിയാണ്. കമിലസിൽ തന്നെ, എൻ്റെ ഇടവകയിൽ തന്നെയുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സഭയാണിത്. അപ്പോൾ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ഒരുപക്ഷെ എന്നിൽ ഉടലെടുത്തത് എൻ്റെ മമ്മിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. മമ്മി എവിടെയെങ്കിലും രോഗികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പ്രത്യേകമായിട്ട് എൻ്റെ ബന്ധുമിത്രാദികളെ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവിടെ പോയി അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീടിനടുത്തുള്ള പ്രായമുള്ള അമ്മച്ചിമാരെ ഒക്കെ ശുശ്രൂഷിക്കുമായിരുന്നു. അപ്പം അങ്ങനെ രോഗികളോട് ഉള്ള ഒരു അനുകമ്പയും സ്നേഹവും എന്നിലുണ്ടായിരുന്നു. ടിൻഡോ അച്ഛൻ എന്നെ കമിലസ് സന്യാസഭയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ആ ക്ഷണം സ്വീകരിക്കുകയും കമിലസ് സന്യാസഭയിൽ ചേരുകയും ചെയ്തു. രോഗി ശുശ്രൂഷയെ കുറിച്ച് അച്ഛൻ ഞങ്ങളുമായിട്ട് എന്താണ് പങ്കുവെക്കാനുള്ളത്? ഞാൻ സെമിനാരിയിൽ ചേർന്നിട്ട് 13 വർഷമാകും. അപ്പോൾ ഈ 13 വർഷത്തിൽ 7 വർഷവും ഞാൻ രോഗി ശുശ്രൂഷയുടെ ഒരു ഭാഗമായി എൻ്റെ പരിശീലന വർഷത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ +1 +2 പഠിച്ചത് മംഗലാപുരത്താണ്. അപ്പോൾ മംഗലാപുരത്ത് സ്നേഹസദൻ എന്ന് പറയുന്ന ഒരു HIV കെയർ സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ +1 +2 പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് രോഗികളുമായി സമ്പർക്കം പുലർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്നത് HIV/AIDS രോഗികളാണ്. അപ്പം ഞാൻ ഈ 7 വർഷവും HIV/AIDS രോഗികളുടെ കൂടെ ആയിരുന്നു. പക്ഷേ അവരുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാന്നിധ്യം ഒരുപാട് അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടും. അത് കഴിഞ്ഞ് എൻ്റെ നോവിഷ്യേറ്റ് കാലഘട്ടത്തിലാണ് രോഗികളുമായി കൂടുതലായി ഒരു സമ്പർക്കം അല്ലെങ്കിൽ രോഗികളുമായി കൂടുതലായി ബന്ധപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഞങ്ങളുടെ നോവിഷ്യേറ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനയും രോഗി ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നോവിഷ്യേറ്റ് ആയിരുന്നു. സാധാരണ നോവിഷ്യേറ്റ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളുടെ നോവിഷ്യേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ രോഗി ശുശ്രൂഷ ഒരു സിദ്ധിയായി ഞങ്ങളുടെ സഭ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് രോഗി ശുശ്രൂഷയുടെ കൂടെ പ്രാർത്ഥനയുമായി നോവിഷ്യേറ്റ് കാലഘട്ടമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ രോഗികളോട് കൂടുതലായി അടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം കഴിഞ്ഞ 4 വർഷം എൻ്റെ തിയോളജി കാലഘട്ടം ഞാൻ ചെലവഴിച്ചത് ആലുവയിലെ സ്നേഹതീരം എന്ന് പറയുന്ന ഒരു HIV കെയർ സെന്ററിലാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് മംഗലപ്പുഴ സെമിനാരിയിൽ പോയി പഠിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും രോഗികളുമായി അടുത്ത് ഇടപെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഫിലോസഫി ഫസ്റ്റ് ഇയർ കഴിയുന്ന വർഷം 2013 എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾക്ക് ഒരു കമിലിയൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്. അപ്പോൾ ഇത് കമിലിയൻ സന്യാസിനികൾ, ഞങ്ങൾക്ക് കമില സിസ്റ്റേഴ്സും ഉണ്ട്, അൽമായ സമൂഹമുണ്ട്, കമിലിയൻ അൽമായ സമൂഹമുണ്ട്. അപ്പോൾ ഈ വിങ്ങില് കമില സന്യാസിനികളും മാത്രമല്ല മറ്റു പല സന്യാസിനികള് അൽമായര് എല്ലാം ഉള്ള ഒരു വിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഈ കമിലിയൻ ടാസ്ക് ഫോഴ്സ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവർക്ക് മെഡിക്കലായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കും, മെഡിക്കലായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഞാൻ നോവിഷ്യേറ്റ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അവിടെ പോകാനും 2 ആഴ്ച അവിടെ ഓരോ വില്ലേജുകളിൽ പോയി അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് മരുന്നുകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായി. ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർക്ക് ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പം കനോഷ്യൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹമുണ്ട്. അപ്പം ഈ കനോഷ്യൻ സിസ്റ്റേഴ്സ് ആണ് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ആ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അവിടെ 300ഓളം കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ. അവർക്ക് ആവശ്യമായ ഒരു നേരത്തെ ഭക്ഷണമാണ് ഈ സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. അപ്പം ഒരു ദിവസം ഞങ്ങളും അവരുടെ കൂടെ പോയി ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ഈ കുഞ്ഞുങ്ങള് ദിവസത്തിൽ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ മുതിർന്നവർക്ക് ഈ ഭക്ഷണം തികയില്ല. അപ്പം നമ്മള് ഈ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ നമ്മള് കൗതുകത്തോടെ വാങ്ങുന്ന പൊരി, ആ പൊരിയാണ് അവര് ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. എത്ര കഴിച്ചാലും
വിശപ്പ് അടങ്ങാത്ത പൊരിയാണ് അവർ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് മിഷണറികളുണ്ട്. അവരൊക്കെ ഈശോയെ അവർക്ക് കൊടുക്കുന്നത് നേരിൽ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അച്ഛന്റെ ദൈവവിളി മിഷൻ സംഘടന ചെലുത്തിയ സ്വാധീനം. മിഷൻ ലീഗ് എന്നെ ശരിക്കും പള്ളിയോട് അടുപ്പിച്ചു. അത് ഞങ്ങൾ ഒരു സംഘടനയായി പ്രവർത്തിച്ച കുറേ അനുഭവങ്ങളുണ്ട്. അത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ പള്ളി ക്ലീൻ ചെയ്യാനും സെമിത്തേരി ക്ലീൻ ചെയ്യാനും മിഷൻ പിരിവിനും പിന്നെ നമുക്കിവിടെ ഗൂഡല്ലൂർ ഐക്യ ക്രിസ്മസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പുൽക്കൂടുണ്ടാക്കാനും പിന്നെ ഈശോയ്ക്ക് കല്ലറ ഉണ്ടാക്കാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിഷൻ ലീഗ് എന്നെ സഹായിച്ചു. മിഷൻ ലീഗ് എന്നെ സഹായിച്ച് ശരിക്കും പള്ളിയോട് അടുക്കുവാനായിട്ടാണ്. അപ്പോൾ ഈ പള്ളിയോട് അടുക്കുന്നത് വഴി അതും എന്നെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ഒരു കാരണം ആണ്. അപ്പം മിഷൻ ലീഗ് പ്രവർത്തിച്ചത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. യുവ ക്രൈസ്തവ സമൂഹത്തിന് യുവാവായ അച്ഛന് നൽകാനുള്ള സന്ദേശം എന്താണ്? ഇന്നത്തെ യുവതി യുവാക്കളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് പള്ളിയോട് ചേർന്ന് നിൽക്കുക, ഈശോയോട് ചേർന്ന് നിൽക്കുക. പള്ളിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട്. CML, KCY അങ്ങനെ പല സംഘടനകളുണ്ട്. ഈ സംഘടനകളിലൂടെ ഈശോയ്ക്കായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരുപാട് ഈശോയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവവിളിക്കായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കണം. ഇപ്പം വൈദികനാകാനും സന്യാസിനിയാകാനുള്ള ഒരു വിളിയുണ്ടെങ്കിൽ ആ ജീവിതാന്തസ്സിലേക്ക് പോകാനുള്ള ധൈര്യവും കൂടെ നിങ്ങൾക്ക് വേണം. അതുകൂടാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി രോഗിയായിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള രോഗികളെ ശുശ്രൂഷിക്കാനും കൂടി നിങ്ങൾ ഉത്സാഹം കാണിക്കണം. അതോടൊപ്പം തന്നെ വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും ഒരുപാട് പ്രാർത്ഥിക്കുകയും. ക്രിസ്തു ചങ്കാണെന്നും തിരുസഭ ചങ്കിടിപ്പാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ് പൗരോഹിത്യ സമർപ്പണ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വൈദികരും സമർപ്പിതരുമാണ് തിരുസഭയുടെ കരുത്ത്. ഇനിയും ധാരാളം പൗരോഹിത്യ സമർപ്പണ ദൈവവിളികൾ തിരുസഭയിൽ ഉണ്ടാകുവാൻ ഈ അഭിമുഖം പ്രചോദനമാകട്ടെ എന്ന് CML നീലഗിരി മേഖല ആശംസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ അപ്പസ്തോലന്മാരെ അയക്കണമേ. ആമേൻ.